ദയവായി ജീവൻ വച്ച് പന്താടരുത് എന്ന് പറയുന്നത് സുഡാപ്പികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ അവന്മാർ പുച്ഛിക്കും. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വകവരുത്താൻ പോകുന്ന യവന്മാർ മറ്റേ ഭീകരവാദികളുടെ പല ആക്രമണങ്ങൾ വരുമ്പോൾ യവന്മാർ പറയുന്നത് എന്താണ്? ജൂതന്മാർ എന്ന് പറയുന്ന ഈ മന്ദബുദ്ധികളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്നത് മിക്കവാറും യോഗി ആദിത്യനാഥ്, ഹിമന്ത് ബിശ്വ ശർമ്മ, സുവേന്ദു അധികാരി. യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഉത്തർപ്രദേശിൽ BJPക്കാരെ റേപ്പ് ചെയ്ത അവനെപ്പോലും എൻകൗണ്ടർ ചെയ്യുന്ന ടീമാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിലവിളിക്കാനുള്ള സ്കോപ്പെങ്കിലും ഉണ്ട്. ആ സമയത്ത് നിലവിളിക്കാൻ പോലും പറ്റില്ല. ഇട്ടിരിക്കുന്ന ഷഡ്ഡി ഊരി വാക്കാത്ത തിരികെറ്റിയിട്ടായിരിക്കും ഇടി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ, കുറച്ചൊരു മൃദു സമീപനം എന്ന് ആ സമയത്ത് ചിലപ്പോൾ പറയേണ്ടി വരും. എന്തായാലും നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭീഷണി ഉണ്ടോ? എവിടെ നിന്നൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭീഷണി ഉള്ളത്? നിരവധി തവണ സുരക്ഷാ ഭീഷണികളും ആക്രമണ ശ്രമങ്ങളും പ്രധാനമന്ത്രിക്കെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ മുമ്പ് 2 പ്രധാനമന്ത്രിമാർ, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും വധിക്കപ്പെട്ട ചരിത്രമുള്ളൊരു നാടാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത്. മോദിക്കുള്ള സുരക്ഷ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രധാനമാണ്.